ഒരാഴ്ചക്കാലം വത്തിക്കാനിൽ നടന്ന പ്രധാന വാർത്താവിശേഷങ്ങളുമായി വത്തിക്കാൻ റിപ്പോർട്ട്. ഏവർക്കും സ്വാഗതം. മാർച്ച് മാസത്തെ ലിയോ 14 പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗം പ്രസിദ്ധീകരിച്ചു. ലോകത്ത് വർദ്ധിച്ചു വരുന്ന യുദ്ധങ്ങളുടെയും കൂടി പശ്ചാത്തലത്തിൽ സമാധാനത്തിനായി നിരവധി തവണ നടത്തിയ ആഹ്വാനങ്ങൾക്ക് പിന്നാലെ നിരായുധീകരണത്തിനും സമാധാനത്തിനും വേണ്ടിയുള്ള പ്രാർത്ഥനകൾക്ക് ലോകത്തെ ക്ഷണിച്ച ലിയോ 14 പാപ്പ. കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വീഡിയോ സന്ദേശത്തിലൂടെയാണ് ഇത്തരമൊരു അഭ്യർത്ഥന പാപ്പ മുന്നോട്ട് വയ്ക്കുന്നത്. In the name of the Father, and of the Son, and of the Holy Spirit. Amen. Lord of life, you shaped every human being in your image and likeness. We believe you created us for communion, not for war, for fraternity, not for destruction. You who greeted your disciples, saying, "Peace be with you," grant us the gift of your peace and the strength to make it a reality in history. Today we lift up our prayer for peace in the world, asking that nations renounce weapons and choose the path of dialogue and diplomacy. മാനവികത യുദ്ധങ്ങളും സംഘർഷങ്ങളും ആക്രമണങ്ങളും പ്രത്യാക്രമണങ്ങളും മൂലം ദുരിതമനുഭവിക്കുന്ന ഒരു ലോകത്ത് നിരായുധീകരണത്തിനും സമാധാനത്തിനും ആഹ്വാനവുമായി ലിയോ 14 പാപ്പ. പാപ്പയുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ പുറത്തുവിടുന്ന യൂട്യൂബ് ചാനലിലൂടെയാണ് പാപ്പ ഇത്തരമൊരു അഭ്യർത്ഥന നടത്തിയത്. Disarm our hearts of hatred, resentment, and indifference, so we may become instruments of reconciliation. Help us understand that true security does not come from control fueled by fear, but from trust, justice, and solidarity among peoples. Lord, enlighten the leaders of the nations, so that they may have the courage to abandon projects of death, halt the arms race, and place the lives of the most vulnerable at the center. May the nuclear threat never again dictate the future of humanity. Holy Spirit, make us faithful and creative builders of daily peace in our hearts, our families, our communities, and our cities. May every kind word, every gesture of reconciliation, and every choice for dialogue be seeds of a new world. Amen. കുട്ടികളുടെ ചികിത്സയ്ക്കായി വത്തിക്കാനിൽ അത്യാധുനിക ടെലിമെഡിസിൻ സംവിധാനം. ലിയോ 14 മാർപ്പാപ്പയ്ക്ക് ഉപകരണം കൈമാറി. ലോകമെമ്പാടുമുള്ള സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ലഭ്യമാക്കുന്നതിന്റെ ഭാഗമായി വത്തിക്കാനിൽ അത്യാധുനിക ടെലിമെഡിസിൻ സംവിധാനം സജ്ജമാകുന്നു. അമേരിക്കൻ ലാഭരഹിത സംഘടനയായ പാട്രൺസ് ഓഫ് വേൾഡ് ചിൽഡ്രൻ ഹോസ്പിറ്റലാണ് ടെലിഡോക് ലൈറ്റ് എന്ന അത്യാധുനിക ഉപകരണം ലിയോ 14 മാർപ്പാപ്പയ്ക്ക് സമ്മാനിച്ചത്. വത്തിക്കാനിലെ പോൾ 6 ഹാളിൽ വെച്ച് നടന്ന കൂടിക്കാഴ്ചയിലാണ് ഈ ഉപകരണം കൈമാറിയത്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ആശുപത്രികളിലെയും വത്തിക്കാന്റെ ഉടമസ്ഥതയിലുള്ള ബിബിനോ ജെസു കുട്ടികളുടെ ആശുപത്രിയെയും ഏകോപിപ്പിക്കുന്ന ആഗോള ശൃംഖലയുടെ പ്രവർത്തനങ്ങൾക്കായിട്ടാണ് ഈ സംവിധാനം ഉപയോഗിക്കുക. വികസിത രാജ്യങ്ങളിലെയും ചികിത്സാ സൗകര്യങ്ങൾ കുറഞ്ഞ മേഖലകളിലെയും ഏകദേശം 10 ലക്ഷത്തോളം കുട്ടികൾക്ക് ഇതിലൂടെ വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ സാധിക്കും. സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ ടെലിമെഡിസിൻ ഉപകരണം. വിദൂര സ്ഥലങ്ങളിലുള്ള രോഗികളുമായി ഡോക്ടർമാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും തത്സമയം ബന്ധപ്പെടാൻ ഇത് സഹായിക്കുന്നു. ലോകത്തിന്റെ ഏത് കോണിലിരുന്നും മികച്ച ഡോക്ടർമാരുടെ സേവനവും ഉപദേശങ്ങളും രോഗികൾക്ക് ലഭ്യമാക്കാൻ ഈ ഉപകരണം വഴിയൊരുക്കുന്നു. ഉപകരണം കൈമാറുന്ന വേളയിൽ അർജന്റീനയുമായി ഒരു ടെലിഹെൽത്ത് കണക്ഷൻ സ്ഥാപിച്ച് ഇതിന്റെ പ്രവർത്തനക്ഷമത മാർപ്പാപ്പയ്ക്ക് മുന്നിൽ പ്രദർശിപ്പിച്ചു. കുട്ടികളുടെ ആരോഗ്യത്തിനും ക്ഷേമത്തിനുമായി വത്തിക്കാന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ദൗത്യം
ലിയോ 14 പാപ്പയുമായി ചേർന്ന് കൂടുതൽ കരുത്തോടെ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് സംഘടനയുടെ പ്രസിഡന്റ് വ്യക്തമാക്കി. 2024 മെയ് മാസത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ വിഭാവനം ചെയ്ത ഈ ആഗോള ദൗത്യം ഇപ്പോൾ പുതിയ സാങ്കേതികവിദ്യയുടെ കരുത്തോടെ വിപുലീകരിക്കപ്പെട്ടിരിക്കുകയാണ്. സാങ്കേതികവിദ്യയെ മാനവികതയുമായി ബന്ധിപ്പിച്ചുകൊണ്ട് ലോകത്തിലെ ഏറ്റവും ദരിദ്രരായ കുട്ടികൾക്ക് ജീവൻ രക്ഷാ ചികിത്സ എത്തിക്കുന്ന ഈ പദ്ധതി വത്തിക്കാന്റെ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഒരു പുതിയ നാഴികക്കല്ലാണ്. ഓസ്ട്രിയൻ പ്രസിഡന്റുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ 14 പാപ്പ. ഓസ്ട്രിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വാൻ ബെല്ലനുമായാണ് വത്തിക്കാനിൽ കൂടിക്കാഴ്ച നടത്തിയത്. വത്തിക്കാനിലെ അപ്പസ്തോലിക കൊട്ടാരത്തിൽ നടന്ന ഹൃദ്യമായ കൂടിക്കാഴ്ചയിൽ അന്താരാഷ്ട്ര വിഷയങ്ങളും സഭയും രാഷ്ട്രവും തമ്മിലുള്ള സഹകരണവും ചർച്ചയായി. യൂറോപ്പിനെ പിടിച്ചുലയ്ക്കുന്ന യുക്രൈൻ റഷ്യ സംഘർഷം അവസാനിപ്പിക്കാൻ നയതന്ത്രപരമായ നീക്കങ്ങൾ വേണമെന്ന് ഇരു നേതാക്കളും പറഞ്ഞു. മാനുഷിക സഹായം എത്തിക്കുന്നതിൽ ഓസ്ട്രിയ നടത്തുന്ന പരിശ്രമങ്ങളെ അഭിനന്ദിച്ച മാർപ്പാപ്പ പരിസ്ഥിതി സംരക്ഷണത്തിനായി ഓസ്ട്രിയൻ പ്രസിഡന്റ് നടത്തുന്ന പ്രവർത്തനങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞു. വത്തിക്കാന്റെ ലൗദാത്തോസി ആശയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന നിലപാടാണ് ഓസ്ട്രിയയുടേതെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഓസ്ട്രിയയിലെ വിവിധ മതവിഭാഗങ്ങൾക്കിടയിലുള്ള നല്ല ബന്ധവും സഭാ സമൂഹത്തിന് നൽകുന്ന സംഭാവനകളും ചർച്ചാ വിഷയമായി. കൂടാതെ മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും മാർപ്പാപ്പ ഓർമ്മിപ്പിച്ചു. കൂടിക്കാഴ്ചയുടെ അവസാനം ഇരു നേതാക്കളും പരസ്പരം ഉപഹാരങ്ങൾ കൈമാറി. സമാധാനത്തിന്റെ പ്രതീകമായി ഒലിവ് ജില്ലയുടെ രൂപവും തന്റെ പ്രധാന പ്രബോധനങ്ങളും മാർപ്പാപ്പ പ്രസിഡന്റിന് സമ്മാനിച്ചു. തുടർന്ന് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൾ പിയത്രോ പരോളിനുമായും പ്രസിഡന്റ് കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യയിലെ നിലവിലെ സാഹചര്യങ്ങളും യൂറോപ്യൻ യൂണിയന്റെ ഭാവിയും അവർ ചർച്ച ചെയ്തു. സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് ആഹ്വാനം ചെയ്ത് ലിയോ 14 പാപ്പ. മധ്യേഷ്യയിൽ യുദ്ധഭീതിയും സംഘർഷങ്ങളും വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ആയുധങ്ങൾ ഉപേക്ഷിച്ച് സമാധാനത്തിന്റെ പാത സ്വീകരിക്കാൻ ലോകരാഷ്ട്രങ്ങളോട് ലിയോ 14 പാപ്പ ആഹ്വാനം ചെയ്തു. കാസിൽ ഗാണ്ടോൾഫോയിലെ വില്ല ബാർബനയിൽ വെച്ച് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു പാപ്പ. ലോകത്ത് വർദ്ധിച്ചു വരുന്ന വിദ്വേഷം അവസാനിപ്പിക്കുവാനും സമാധാനത്തിനായി പ്രവർത്തിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. പരസ്പര ഭീഷണികളോ ആയുധങ്ങളോ സമാധാനം കൊണ്ടുവരില്ല എന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, ഇസ്രായേൽ, ഇറാൻ എന്നിവർക്കിടയിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് പരാമർശിക്കവേ നാശവും മരണവും വിതയ്ക്കുന്ന ആയുധങ്ങൾക്ക് പകരം ആത്മാർത്ഥമായ ചർച്ചകളിലൂടെ മാത്രമേ സ്ഥിരമായ ഒരു സമാധാനം സാധ്യമാകൂ എന്ന് പാപ്പ വ്യക്തമാക്കി. പ്രശ്നപരിഹാരത്തിനായി ലോകം നയതന്ത്ര വഴികളിലേക്ക് തിരിച്ചു പോകണമെന്നും അക്രമത്തിന്റെ ചുഴിയിൽ നിന്ന് പിന്മാറണമെന്നും മാർപ്പാപ്പ ആവശ്യപ്പെട്ടു. കുട്ടികൾക്ക് ചികിത്സാ സഹായം എത്തിക്കുന്ന സംഘടനാ പ്രതിനിധികളുമായി കൂടിക്കാഴ്ച നടത്തി ലിയോ 14 പാപ്പ. ലോകത്ത് ചികിത്സ കിട്ടാതെ വലയുന്ന കുട്ടികൾക്ക് ആശ്വാസമേകാൻ വത്തിക്കാൻ മുൻകൈ എടുക്കുന്ന പോപ്പ് ഗ്ലോബൽ അലയൻസ് ഫോർ ചിൽഡ്രൻ ഹെൽത്ത് എന്ന പദ്ധതിയും അതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാട്രൺസ് ഓഫ് വേൾഡ് ചിൽഡ്രൻ ഹോസ്പിറ്റൽ അംഗങ്ങളെയും ലിയോ 14 പാപ്പ അഭിനന്ദിച്ചു. വത്തിക്കാനിൽ നടന്ന പ്രത്യേക കൂടിക്കാഴ്ചയിൽ സംസാരിക്കവേ അടുത്ത 3 വർഷത്തിനുള്ളിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള 10 ലക്ഷം കുട്ടികൾക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കുക എന്ന ഈ ദൗത്യം മാനവതയ്ക്ക് നൽകുന്ന വലിയ മാതൃകയാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. യുദ്ധബാധിത പ്രദേശങ്ങളായ യുക്രൈൻ, ഗാസ തുടങ്ങിയ ഇടങ്ങളിൽ പരിക്കേറ്റും അസുഖങ്ങൾ ബാധിച്ചും കഴിയുന്ന കുട്ടികൾക്ക് ഈ പദ്ധതി പ്രത്യേക മുൻഗണന നൽകും. വത്തിക്കാന്റെ കീഴിലുള്ള ബാംബിനോ ജീസു ആശുപത്രിയുമായി സഹകരിച്ച് നടപ്പാക്കുന്ന ഈ പദ്ധതി ഹബ് ആൻഡ് സ്പോക്ക് മാതൃകയിലാണ് പ്രവർത്തിക്കുന്നത്. അതായത് വലിയ ആശുപത്രികളെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ചെറിയ ക്ലിനിക്കുകളുമായി ഡിജിറ്റൽ സംവിധാനങ്ങളിലൂടെ ബന്ധിപ്പിച്ച് വിദഗ്ധ ചികിത്സ താഴെത്തട്ടിലേക്ക് എത്തിക്കുകയാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. രോഗം ഭേദമാക്കാൻ കഴിയാത്തതാകാം, പക്ഷെ പരിചരിക്കാൻ കഴിയാത്ത കുട്ടികളില്ല എന്ന ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകൾ സ്മരിച്ച ലിയോ 14 പാപ്പ ഓരോ കുട്ടിയുടെയും ജീവൻ സംരക്ഷിക്കാനുള്ള ഈ പോരാട്ടം ലോകത്തിന് പുതിയ പ്രത്യാശ നൽകുന്നതാണെന്നും കൂട്ടിച്ചേർത്തു. ദൈവശാസ്ത്രം സുവിശേഷ പ്രഘോഷണത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന് ലിയോ 14 പാപ്പ.
ദൈവശാസ്ത്രം കേവലം അക്കാദമിക് ആവശ്യങ്ങൾക്കായുള്ള വിജ്ഞാന സംവിധാനമല്ല എന്നും അത് സഭയുടെ സുവിശേഷ പ്രഘോഷണ ദൗത്യത്തിന്റെ സുപ്രധാന ഭാഗമാണെന്നും ലിയോ 14 പാപ്പ പറഞ്ഞു. ഇറ്റലിയിലെ പുഗ്ലിയ, കാലിബറിയ എന്നീ മേഖലകളിലെ ദൈവശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നുള്ള അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വത്തിക്കാനിൽ സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു പാപ്പ. Mi ritornano in mente le parole che Papa Francesco rivolse alla comunità degli scrittori della civiltà cattolica, che possono essere utili anche per voi. Restate in mare aperto. Il cattolico non deve aver paura del mare aperto, non deve cercare il riparo di porti sicuri. C'è molto bisogno di questo atteggiamento, specialmente nei contesti in cui oggi la fede deve essere annunciata e inculturata. Non si tratta di acquisire nozioni per adempiere obblighi accademici, ma di avviare una navigazione coraggiosa, una traversata in alto mare. ദൈവശാസ്ത്ര പഠനം 2 ദിശയിലായിരിക്കണം മുന്നേറേണ്ടതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ദൈവത്തിന്റെ നിഗൂഢതകളിലേക്കും ക്രിസ്തീയ വിശ്വാസത്തിന്റെ വിവിധ തലങ്ങളിലേക്കും ആഴത്തിൽ ഇറങ്ങിച്ചെല്ലുക. ചരിത്രത്തിന്റെ മാറുന്ന സാഹചര്യങ്ങളിൽ പുതിയ ഭാഷയിലും ശൈലിയിലും സുവിശേഷം പ്രഘോഷിക്കാൻ തയ്യാറാകുക. ദൈവശാസ്ത്ര പഠനം ഏതാനും വിദഗ്ധർക്ക് മാത്രമുള്ളതല്ല എന്നും വിശ്വാസത്തിന്റെ രഹസ്യങ്ങൾ തിരിച്ചറിയാൻ എല്ലാവർക്കും ലഭിച്ചിട്ടുള്ള വിളിയാണെന്നും പാപ്പ പറഞ്ഞു. സഭയിൽ നിലനിൽക്കുന്ന പ്രാദേശികമായ മത്സരബുദ്ധിയും വേർതിരിവുകളും ഉപേക്ഷിച്ച് കൂട്ടായ്മയുടെയും സാഹോദര്യത്തിന്റെയും പാത സ്വീകരിക്കാൻ പാപ്പ ഏവരോടും ആഹ്വാനം ചെയ്തു. സഭയെ പിന്നോട്ട് വലിക്കുന്ന ചിന്താഗതികൾ ഉപേക്ഷിച്ചുകൊണ്ട് വർത്തമാനകാല വെല്ലുവിളികളെ ധീരമായി നേരിടാൻ ദൈവശാസ്ത്രജ്ഞർക്ക് സാധിക്കണം. തൊഴിലില്ലായ്മ, കുടിയേറ്റം, നീതിനിഷേധം തുടങ്ങി സാമൂഹ്യ പ്രശ്നങ്ങളോട് ക്രിയാത്മകമായി പ്രതികരിക്കാൻ ദൈവശാസ്ത്ര പഠന കേന്ദ്രങ്ങൾ ഒരു ലാബോറട്ടറി പോലെ പ്രവർത്തിക്കണമെന്നും പാപ്പ കൂട്ടിച്ചേർത്തു. ഐക്യത്തോടെയുള്ള ദൈവശാസ്ത്ര പഠനം ഭാവിയിലെ വൈദികരെയും ആത്മായ ശുശ്രൂഷകരെയും സിനഡൽ ശൈലിയിൽ പ്രവർത്തിക്കാൻ പ്രാപ്തരാക്കുമെന്നും അദ്ദേഹം പ്രത്യാശ പ്രകടിപ്പിച്ചു. ക്രിസ്തുവിന്റെ പ്രകാശം ജീവിതത്തിലെ ഇരുളിനെ മാറ്റുന്നുവെന്ന് ലിയോ 14 പാപ്പ. ജീവിതത്തിലെ കഷ്ടപ്പാടുകളെയും ചരിത്രത്തിലെ കറുത്ത അധ്യായങ്ങളെയും ക്രിസ്തുവിന്റെ ഉദ്ധാന വെളിച്ചത്തിൽ കീഴടക്കാൻ സാധിക്കുമെന്ന് ലിയോ 14 പാപ്പ പറഞ്ഞു. പൊതുകൂടിക്കാഴ്ച വേളയിലാണ് പാപ്പ ഇപ്രകാരം പറഞ്ഞത്. താബോർ മലയിലെ ക്രിസ്തുവിന്റെ രൂപാന്തരീകരണം വരാനിരിക്കുന്ന ഈസ്റ്റർ വിജയത്തിന് മുൻകൂട്ടിയുള്ള അടയാളമാണെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. Seguo con profonda preoccupazione quanto sta accadendo in Medio Oriente e in Iran in queste ore drammatiche. La stabilità e la pace non si costruiscono con minacce reciproche né con le armi che seminano distruzione, dolore e morte, ma solo attraverso un dialogo ragionevole, autentico e responsabile. Dinanzi alla possibilità di una tragedia di proporzioni enormi, rivolgo alle parti coinvolte l'accorato appello ad assumere la responsabilità morale di fermare la spirale della violenza prima che diventi una voragine irreparabile. ക്രിസ്തുവിന്റെ മഹത്വം ശിഷ്യർക്ക് വെളിപ്പെട്ടത് അവർക്ക് പ്രതിസന്ധികളിൽ പ്രത്യാശ നൽകാനായിരുന്നു. നമ്മുടെ ജീവിതത്തിലെ വേദനകളെയും മുറിവുകളെയും ദൈവിക പ്രകാശത്താൽ മാറ്റിയെടുക്കാൻ നമുക്ക് സാധിക്കണം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് മധ്യപൂർവ്വദേശത്തും ഇറാനിലും വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങളിൽ പാപ്പ അതീവ ആശങ്ക രേഖപ്പെടുത്തി. അക്രമത്തിന്റെ പാത വെടിഞ്ഞ് നയതന്ത്രത്തിന്റെയും സംവാദത്തിന്റെയും വഴി സ്വീകരിക്കാൻ അദ്ദേഹം രാഷ്ട്രതലവന്മാരോട് ആവശ്യപ്പെട്ടു. ബ്രസീലിലെ പ്രളയക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്കായി പ്രാർത്ഥിച്ച പാപ്പ ഏപ്രിൽ മാസത്തിൽ താൻ സന്ദർശിക്കാനിരിക്കുന്ന കാമറൂണിലെ ജനങ്ങളെയും പ്രത്യേകം അനുസ്മരിച്ചു. ദൈവത്തിന്റെ മുഖത്തേക്ക് അത്ഭുതത്തോടും വിശ്വാസത്തോടും കൂടി നോക്കാൻ ഓരോ ക്രിസ്ത്യാനിയും കടപ്പെട്ടവരാണെന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് പാപ്പ തന്റെ സന്ദേശം അവസാനിപ്പിച്ചത്. Che la diplomazia ritrovi il suo ruolo e sia promosso il bene dei popoli che anelano a una convivenza pacifica fondata sulla giustizia. E continuiamo a pregare per la pace. In questi giorni arrivano inoltre notizie preoccupanti di scontri tra Pakistan e Afghanistan. Elevo la mia supplica per un ritorno urgente al dialogo,
preghiamo insieme affinché prevalga la concordia in tutti i conflitti del mondo. Solo la pace, dono di Dio, può sanare le ferite tra i popoli. Sono vicino alle popolazioni dello Stato brasiliano di Minas Gerais colpite da violente inondazioni. Prego per le vittime, per le famiglie che hanno perso la casa e per quanti sono impegnati nelle operazioni di soccorso. ഇറാനിലും മധ്യപൂർവ്വദേശത്തും സമാധാനത്തിനായി ലിയോ 14 പാപ്പയുടെ ആഹ്വാനം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് ഇറാനിലും മധ്യപൂർവ്വദേശത്തും വർദ്ധിച്ചുവരുന്ന യുദ്ധ സാഹചര്യങ്ങളിൽ അതീവ ആശങ്ക പ്രകടിപ്പിച്ച് ലിയോ 14 പാപ്പ സെന്റ് പീറ്റേഴ്സ് ചതുരത്തിൽ അർപ്പിച്ച ആഞ്ചലൂസ് പ്രാർത്ഥനയ്ക്ക് ശേഷമാണ് സമാധാനത്തിനായുള്ള തന്റെ ശക്തമായ അഭ്യർത്ഥന പാപ്പ ആവർത്തിച്ചത്. Oggi proseguiamo il nostro approfondimento sulla Costituzione conciliare Lumen Gentium, Costituzione dogmatica sulla Chiesa. Nel primo capitolo, là dove si intende soprattutto rispondere alla domanda su cosa sia la Chiesa, essa viene descritta come una realtà complessa. Ora ci domandiamo, in che consiste tale complessità? Qualcuno potrebbe rispondere che la Chiesa è complessa in quanto complicata e dunque difficile da spiegare. Qualcun altro potrebbe pensare che la sua complessità derivi dal fatto di essere un'istituzione carica di 2000 anni di storia, con caratteristiche diverse rispetto a ogni altra aggregazione sociale o religiosa. Nella lingua latina però la parola complessa indica piuttosto l'unione ordinata di aspetti o dimensioni diverse all'interno di una medesima realtà. Per questo la Lumen Gentium può affermare che la Chiesa è un organismo ben compaginato nel quale convivono la dimensione umana e quella divina, senza separazione e senza confusione. La prima dimensione è subito percepibile, in quanto la Chiesa è una comunità di uomini e donne che condividono la gioia e la fatica di essere cristiani, con i loro pregi e difetti, annunciando il Vangelo e facendosi segno della presenza di Cristo che ci accompagna nel cammino della vita. Eppure tale aspetto, che si manifesta anche nell'organizzazione istituzionale, non è sufficiente a descrivere la vera natura della Chiesa, perché essa possiede anche una dimensione divina. Quest'ultima non consiste in una perfezione ideale o in una superiorità spirituale dei suoi membri, ma nel fatto che la Chiesa è generata dal disegno d'amore di Dio sull'umanità, realizzato in Cristo. പ്രതികാരത്തിന്റെയും അക്രമത്തിന്റെയും പാത ഒരു വലിയ ഗർത്തത്തിലേക്കാണ് ലോകത്തെ നയിക്കുന്നതെന്ന് പാപ്പ ഓർമ്മിപ്പിച്ചു. ഈ അക്രമത്തിന്റെ അവസ്ഥ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ബന്ധപ്പെട്ട രാജ്യങ്ങൾ തയ്യാറാകണം. യുദ്ധമൊന്നിനും പരിഹാരമല്ല. ആയുധങ്ങൾക്കും ഭീഷണികൾക്കും പകരം സംവാദത്തിലൂടെയും നയതന്ത്ര ചർച്ചകളിലൂടെയും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പാപ്പ ലോക നേതാക്കളോട് ആവശ്യപ്പെട്ടു. സമാധാനം പുനഃസ്ഥാപിക്കാൻ ഓരോ ഭരണാധികാരിക്കും വലിയ ഉത്തരവാദിത്തമുണ്ടെന്നും വരും തലമുറയുടെ ഭാവി തകർക്കരുതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഇടയിലുള്ള സംഘർഷങ്ങളിലും സമാധാനപരമായ പരിഹാരം ഉണ്ടാകണമെന്ന് പാപ്പ ആശംസിച്ചു. La Chiesa perciò è allo stesso tempo comunità terrena e corpo mistico di Cristo, assemblea visibile e mistero spirituale, realtà presente nella storia e popolo pellegrinante verso il cielo.
la dimensione umana e quella divina si integrano armoniosamente, senza che l'una si sovrapponga all'altro. Così la Chiesa vive in questo paradosso. È una realtà insieme umana e divina che accoglie l'uomo peccatore e lo conduce a Dio. Per illuminare tale condizione ecclesiale, la Lumen Gentium rimanda alla vita di Cristo. Infatti, chi incontrava Gesù lungo le strade della Palestina faceva esperienza della sua umanità, dei suoi occhi, delle sue mani, del suono della sua voce. Chi decideva di seguirlo era spinto proprio dall'esperienza del suo sguardo ospitale, dal tocco delle sue mani benedicenti, dalle sue parole di liberazione e di guarigione. Allo stesso tempo, però, andando dietro a quell'uomo, i discepoli si aprivano all'incontro con Dio. La carne di Cristo, infatti, il suo volto, i suoi gesti e le sue parole manifestano in modo visibile il Dio invisibile. Alla luce della realtà di Gesù, possiamo adesso tornare alla Chiesa. Quando la guardiamo da vicino, riscopriamo una dimensione umana fatta di persone concrete che a volte manifestano la bellezza del Vangelo e altre volte faticano e sbagliano come tutti. Tuttavia, proprio attraverso i suoi membri e i suoi limitati aspetti terreni si manifestano la presenza di Cristo e la sua azione di salvezza. Come diceva Benedetto XVI, non c'è opposizione tra Vangelo e istituzione. Anzi, le strutture della Chiesa servono proprio alla realizzazione e concretizzazione del Vangelo nel nostro tempo. Non esiste una Chiesa ideale e pura, separata dalla terra, ma solo l'unica Chiesa di Cristo, incarnata nella storia. In questo consiste la santità della Chiesa, nel fatto che Cristo la abita e continua a donarsi attraverso la piccolezza e fragilità dei suoi membri. Contemplando questo perenne miracolo che avviene in lei, comprendiamo il metodo di Dio. Egli si rende visibile attraverso la debolezza delle creature, continuando a manifestarsi e ad agire. ഇതോടെ ഈ ആഴ്ചയിലെ വത്തിക്കാൻ റിപ്പോർട്ട് പൂർണ്ണമാകുന്നു. അടുത്ത ആഴ്ച വീണ്ടും കാണാം. നന്ദി.